തേർഡ് ഡേ വിസ്പേഴ്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കുന്നത് 2025 ജൂലൈ മാസം ജെമിനിക്ക് വേണ്ടിയുള്ള ജനറൽ റീഡിംഗ് ആണ്. ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. കിട്ടിയിരിക്കുന്ന കാർഡുകൾ: ദ സൺ കാർഡ്, 6 ഓഫ് കപ്സ്, 7 ഓഫ് വാൻസ്, ദ ഹൈ പ്രീസ്റ്റസ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ്. ഈ മാസം നിങ്ങൾക്ക് വളരെ ഊർജ്ജസ്വലമായിട്ടായിരിക്കും നിങ്ങൾ ആദ്യത്തെ ദിവസങ്ങളൊക്കെ. അതായത് ഒരു മെൻ്റൽ ക്ലാരിറ്റിയൊക്കെ ഉണ്ടാകും. സൺ കാർഡ് പറയുന്നത് നിങ്ങൾ അകത്തും പുറത്തും ഗ്ലോ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് സന്തോഷമാണെങ്കിലും നിങ്ങൾ അത് ഓവറാകാതെ ബാലൻസ് ചെയ്ത് സ്റ്റേബിളായി നിൽക്കും. അതാണ് ഉദ്ദേശിച്ചത്. നിങ്ങളൊരു സംയമനത്തോടെ തന്നെ എന്താണെങ്കിലും കൂടുതൽ എക്സ്പ്രഷൻസ് ഒന്നും ഇല്ലാതെ ഒരു നോർമൽ ആയിട്ട്, അതായത് ബാലൻസ് ചെയ്ത് പോകും. പക്ഷെ നിങ്ങൾ വളരെ ഊർജ്ജസ്വലരുമായിരിക്കും. നമുക്കിനി ഒരു കരിയർ റീഡിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. സൺ കാർഡ് പറയുന്നത് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾ ഷൈൻ ചെയ്യുന്നു. നിങ്ങൾക്കൊരു റെക്കഗ്നിഷൻ കിട്ടുന്നു. നിങ്ങൾ എടുത്തിട്ടുള്ള എഫർട്ടുകൾക്കെല്ലാം ഒരു റെക്കഗ്നിഷൻ കിട്ടുന്നു. 6 ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾക്ക് ചില അവസരങ്ങൾ വരാൻ സാധ്യതയുണ്ടാണ്. അത് എവിടെ നിന്നാണ്? നിങ്ങളുടെ ഒരു ഫോർമർ കൊളീഗിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫോർമർ എംപ്ലോയറിൽ നിന്നോ നിങ്ങൾക്ക് ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. ചിലർക്ക് അവരുടെ ഒരു പാഷൻ പ്രോജക്റ്റ് അത് റീസർഫസ് ചെയ്യും. നേരത്തെ ഉണ്ടായിരുന്നതാണ്, അതൊന്നുകൂടെ പുറത്ത് വരും. അപ്പോൾ നമ്മൾ ആ പഴയ ഡ്രീംസിനെ ഒന്നും ഇഗ്നോർ ചെയ്യരുത്. അത് ചിലപ്പോൾ നിങ്ങൾ ഇപ്പോഴുള്ള ഒരു ഗ്രോത്തിനൊരു കീ ആയേക്കാം. 7 ഓഫ് വാൻസ് കാണിക്കുന്നത് ചിലർക്ക് വർക്ക് പ്ലേസിലൊരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ചിലർക്കൊരു ചലഞ്ച് ഫീൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിലും നിങ്ങളുടേതായ ഒരു നിലപാടിൽ തന്നെ നിൽക്കുന്നു. കാര്യം നിങ്ങൾക്കറിയാം, നിങ്ങളെടുത്ത നിലപാടുകളൊക്കെ കറക്റ്റാണ്. നിങ്ങളതിന് നല്ല കഴിവുള്ള ആളുകളാണ്, നിങ്ങൾക്കറിയാം. നിങ്ങളെടുക്കുന്ന പ്രയത്നങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നു. ഹൈ പ്രീസ്റ്റസ് പറയുന്നത് വർക്ക് പ്ലേസിലൊരു പൊളിറ്റിക്സ് അതൊക്കെ ഒരുപക്ഷെ നിങ്ങളെ വിഷമിപ്പിക്കും. അല്ലെങ്കിൽ ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, ചിലർക്ക് ചില ന്യൂ ഓപ്പർച്യൂണിറ്റി വരും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിച്ച് അതിന് വേണ്ട ആക്ഷൻ എടുക്കുക. നിങ്ങളുടെ ഈ ഇമോഷൻസിനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റോളാണ് നിങ്ങൾക്ക് ചിലർക്ക് വരാൻ പോകുന്നതാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു ക്രിയേറ്റീവായിട്ടുള്ളതായിരിക്കും, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്നത് തന്നെ ആ തരത്തിലുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ള റോളായിരിക്കും. അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു റോൾ വരും. അപ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളുടെ വിത്ത് യുവർ ഹാർട്ട് ആൻഡ് ഹെഡ്, അതായത് നിങ്ങൾ ബുദ്ധിപൂർവവും അതേസമയം വളരെ ഒരു ഹൃദയപൂർവ്വം, അതായത് ഒരു സ്നേഹത്തോടെയും അങ്ങനെ ഒരു തീരുമാനം വേണം ഇതിനകത്ത് എടുക്കേണ്ടത്. ഇതിനകത്തൊരു ടിപ്പ് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലോജിക്കിനെ ഇൻറ്റ്യൂഷനുമായിട്ട് ബാലൻസ് ചെയ്യുക. നിങ്ങളെ പാഷനോട് യോജിക്കാത്ത ഓഫറിനോട് നിങ്ങൾ നോ പറയണം. അപ്പോൾ എന്നാലും നിലവിൽ നിങ്ങൾ എവിടെയാണോ അവിടെ സക്സസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ആ പൊസിഷനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളെ ഹാർട്ടും ഹെഡുമായിട്ടും വെച്ച് യോജിക്കുന്ന തരത്തിലുള്ള തീരുമാനം എടുക്കണമെന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ഫിനാൻസിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഈ മാസം അതൊരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ഈ മാസം കാണുന്നത്. നിങ്ങൾക്ക് സൺ കാർഡ് അങ്ങനെയാണ് കാണിക്കുന്നതൊക്കെ. നിങ്ങൾക്ക് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടഞ്ഞു പോകുന്നു. നേരത്തെ ഉള്ള കുറേ ഇൻവെസ്റ്റ്മെൻറ്റ്സൊക്കെ ഇപ്പം മെച്യൂറായിട്ടിരിക്കുന്നു. ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുന്നു മണി മാറ്റേഴ്സിൽ. പിന്നെ നിങ്ങൾക്ക് ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ സപ്പോർട്ട് കിട്ടുന്നു. 7 ഓഫ് വാൻസ് പറയുന്നത് നിങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിന്ന് നിങ്ങളുടെ ഫിനാൻസിനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നാണ്. ഹൈ പ്രീസ്റ്റസിൻ്റെ മീനിങ് പറയുന്നത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയണമെന്നില്ല. അതായത്
പണത്തിൻ്റെ കാര്യമാണ്. നിങ്ങളുടെ കയ്യിൽ ഇത്ര പൈസയുണ്ട്, നിങ്ങൾ ഇതാണ് ചെയ്യാൻ പോകുന്നത്. അതൊന്നും നിങ്ങൾ എല്ലാവരോടും വെളിപ്പെടുത്തണമെന്നില്ല. പിന്നെ ഇമ്പൾസീവ് സ്പെൻഡിങ്ങിനെ അവോയ്ഡ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു അൺനെസസറി സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യണ സ്പെൻഡിങ്. ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിച്ച് കണ്ടിട്ട് എനിക്കൂടെ അതുപോലെ വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ചെറുതായി പോകും, അങ്ങനെ ഒരു വിചാരം. അപ്പോൾ അങ്ങനത്തേക്കുള്ള സ്പെൻഡിങ് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ പെട്ടെന്ന് തന്നെ ആരെങ്കിലും ഒരു പ്രഷർ ചെയ്തിട്ട് നിങ്ങൾ ഒരു സ്പെൻഡ് ചെയ്യണമെങ്കിൽ അതും ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തായിരിക്കും ഒന്ന് പ്രഷർ ചെയ്ത്, അങ്ങനെയുള്ളതിനൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഇമ്പൾസീവ് സ്പെൻഡിങ്ങിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഇമോഷണലി അപ്പീലിംഗ് ആയ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയ, അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയ ഒരു കാര്യത്തിലേക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും. ദാറ്റ്സ് ഓക്കെ. പൈസ എന്ന് പറയുന്നത് സ്പെൻഡ് ചെയ്യാനുള്ളത് തന്നെയാണ്. പക്ഷേ അവിടെ നിങ്ങളുടെ ഡിസ്ക്രിമിനേറ്റീവ് പവർ ഉപയോഗിക്കുക. നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ട്, അതിന് എവിടെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഇനി അടുത്ത് നമുക്ക് റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. സിംഗിളായിട്ടുള്ള ആളുകൾക്ക് സുഹൃത്തുക്കൾ മുഖേനയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാമൂഹ്യ വൃത്തത്തിലൂടെ ഒരു വ്യക്തി കടന്നു വരും എന്നാണ് 6 ഓഫ് കപ്സ് പറയുന്ന. പക്ഷേ ഹൈ പ്രീസ്റ്റസ് പറയുന്ന അവിടെ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കണം. സെലക്ഷനിൽ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കണം. പിന്നെ റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്കാണെങ്കിൽ സൺ കാർഡും 7 ഓഫ് വാൻഡ്സ്, ഹൈ പ്രീസ്റ്റസ് ഒക്കെ പറയുന്നത് ഈ ബന്ധം വളരെ ആഴത്തിലുള്ളതാകും ഈ മാസം. കുറച്ചുകൂടെ ജോയ്ഫുൾ മൊമെൻറ്റ്സ് തരും. അതായത് ഒരുമിച്ചുള്ള ഒരു യാത്ര, സെലിബ്രേഷനൊക്കെ ഈ മാസം ഉണ്ടാകും. ഹൈ പ്രീസ്റ്റസ് സജസ്റ്റ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഓപ്പൺ അപ്പ് ആക്കേണ്ടതില്ല. അത് നേരത്തെ ഫിനാൻസിൽ നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ പറയേണ്ട കാര്യങ്ങളെ മറച്ചു വെക്കേണ്ടതുമില്ല. എല്ലാ കാര്യങ്ങളും ഓപ്പൺ അപ്പ് ആക്കേണ്ടതില്ല, ചിലതിനെ മറച്ചു വെക്കേണ്ടതുമില്ല. അത് കാര്യം ഈ എല്ലാം ഓപ്പൺ അപ്പ് ആക്കണ ചിലർ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു പുറകെ ഈ പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഒരാളുടെ പുറകെ നടക്കുക, എന്ത് ചെയ്ത് എവിടെ പോയി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അത് ആളുടെ സ്ട്രെസ് ഉണ്ടാക്കും. അപ്പോൾ അത് ബുദ്ധിപൂർവ്വം അത് അവോയ്ഡ് ചെയ്യുക. അതാണ് എല്ലാം തുറന്ന് പറയേണ്ടതില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ സ്ട്രെസ് ഉണ്ടാക്കും. അതുകൊണ്ട് പക്ഷേ പറയേണ്ടതിനെ പറയാൻ വേണം. അപ്പോൾ 6 ഓഫ് കപ്സ് പറയുന്നത് പഴയ കുറച്ച് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതൊക്കെ നിങ്ങളെ മനസ്സിലോട്ട് ഇപ്പം പഴയ പാസ്റ്റ് കുറേ മെമ്മറീസൊക്കെ നിങ്ങൾ തമ്മിലുള്ള തന്നെ കുറച്ച് ഇപ്പോഴും നിങ്ങൾ ഓർമ്മിക്കും. അതൊക്കെ നിങ്ങളെ ബോണ്ടേജിനെ സ്ട്രെങ്തൻ ചെയ്യും. അപ്പോൾ റിലേഷൻഷിപ്പിലുള്ള അഡ്വൈസ് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടെങ്കിലും നിങ്ങളെ സ്നേഹം സൂര്യനെ പോലെ തന്നെ ഷൈൻ ചെയ്യട്ടെ. ഇനി നമുക്ക് ഹെൽത്ത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ സൺ കാർഡ് പറയുന്നത് ഹെൽത്ത് വൈസ് നിങ്ങൾക്ക് ഈ മാസം നല്ലൊരു മാസമാണ്. അതായത് ഫിസിക്കലിയും മെൻ്റലിയും. കുറച്ച് ഔട്ട്ഡോർ എക്സസൈസൊക്കെ ചെയ്യുക, അതിന് സമയം കണ്ടെത്തണം. അതായത് സൂര്യൻ്റെ സൺ കാർഡിൽ കിട്ടിയിരിക്കുന്നത്, അപ്പോൾ കുറച്ച് വൈറ്റമിൻ ഡി ഒക്കെ കിട്ടാനായിട്ടാണ് ഈ പറയുന്നത്. കുറച്ച് ഔട്ട്ഡോർ എക്സസൈസ്, നടത്തം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. 6 ഓഫ് കപ്സ് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇന്നർ ചൈൽഡ്, അതിന് നമ്മൾ കുറച്ച് കെയർ കൊടുക്കണം. മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ജോയ്ഫുള്ളായ പ്ലേഫുള്ളായ ആക്ടിവിറ്റീസിലൊക്കെ അതിനൊക്കെ കുറച്ച് സമയം കണ്ടെത്തണം. 7 ഓഫ് വാൻഡ്സ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് തന്നെ നിലകൊള്ളേണ്ട ചില സന്ദർഭങ്ങൾ വരും. അത് നിങ്ങൾക്ക് ചില മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും. ചിലപ്പോൾ നമ്മുടേതായ ചില നിലപാടുകളെടുക്കും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ മാനസിക സമ്മർദ്ദമൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുക, യോഗ, മെഡിറ്റേഷൻ എന്നൊക്കെ ചെയ്യുക. അപ്പോൾ എന്താണ് ജെമിനിക്ക് ജൂലൈയിലേക്ക് പറയാനുള്ളത്? നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം നന്നായിട്ട് പ്രകാശിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തെ അഥവാ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക. ചില റിട്ടേൺസ്, അത് കരിയറിലും ഫിനാൻസിലും ഒക്കെ അതിനൊക്കെ ഒരു ലക്ഷ്യം കാണും. ഇപ്പോൾ എന്താണോ നിങ്ങൾ തുടങ്ങുന്നത് അതിനൊക്കെ ഒരു പ്രോമിസ് ഉണ്ട്. നിങ്ങൾക്കൊരു പ്രോമിസിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളായിരിക്കും നിങ്ങൾ തുടങ്ങാൻ പോകുന്നത്. ഇതാണ് ജൂലൈ മാസത്തിലേക്കുള്ള ജെമിനിയുടെ റീഡിംഗ്. അടുത്ത ഉടനെ തന്നെ വേറെ റീഡിങ്ങുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ സ്ക്രീനിലുള്ള കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക.